നേപ്പാളിൽ കാണാതായ രണ്ട് മലയാളികളും മരിച്ചു. കണ്ണൂർ സ്വദേശി ദീപക് തോമസ്, കാസർഗോഡ് സ്വദേശി എസ് ഇർഷാദ് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി വിജേഷ് നടുവിൽ ദില്ലിയിൽ നിന്ന്. വിജേഷ്, ബന്ധുക്കൾ ഇവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. മറ്റു വിവരങ്ങൾ എന്താണ്? അരുൺ, ഇന്ന് ഉച്ച കഴിയുന്നതോടുകൂടെ തന്നെ രണ്ടുപേരും ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നുള്ള ഒരു വിവരം പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷം വൈകിട്ടോടുകൂടെയാണ് ഇവരുടെ ബന്ധുക്കൾ ഇവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതായത് ആശുപത്രികളിലെല്ലാം തന്നെ ഇവർ ബന്ധുക്കൾ അവിടെ എത്തിയതിനു ശേഷം നേപ്പാളിൽ എത്തിയതിനു ശേഷം ആശുപത്രികളിലെല്ലാം ഇവർ അഡ്മിറ്റ് ആണ് എന്നുള്ള വിവരം വന്നതിന് ശേഷം ആശുപത്രികളിലെല്ലാം അന്വേഷിച്ചിരുന്നു. പക്ഷേ ആശുപത്രിയിൽ കാണാത്തതിനെ തുടർന്ന് ഇവർ താമസിച്ച ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. ഹോട്ടലിൽ എത്തിയതിനു ശേഷം അവിടെ ഇന്നും രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നുണ്ട്. അതിനിടയിൽ ഈ രക്ഷാപ്രവർത്തനം തുടരുന്ന അവിടെ നിന്നും ദ്രുതകർമ്മ സേനയിലെ അംഗങ്ങളാണ് പറഞ്ഞത് ഇന്നിവിടെ നിന്നും 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്നും അത് രണ്ടും ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് എന്നും പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ അവർ മോർച്ചറിയിൽ എത്തി അന്വേഷിച്ചതിന് ശേഷമാണ് ബന്ധുക്കൾ ഈ രണ്ടുപേരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഇർഷാദിനെ സംബന്ധിച്ചിടത്തോളം ഇർഷാദിന്റെ നെഞ്ചിൽ ഒരു സർജറി നടത്തിയ ഒരു പാടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇർഷാദിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ തിരിച്ചറിയൽ കാർഡും നോക്കി ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. അതോടൊപ്പം തന്നെ ദീപക് തോമസിന്റെ കയ്യിൽ ഒരു ചരട് കെട്ടിയതും ദീപക് തോമസിന്റെ പാൻസിന്റെ പോക്കറ്റിലുണ്ടായിരുന്ന തിരിച്ചറിയൽ കാർഡും നോക്കിയാണ് ഇവർ രണ്ടുപേരെയും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് രാത്രിയോടുകൂടെ അല്ലെങ്കിൽ നാളെ രാവിലെയോടുകൂടെ ദില്ലിയിൽ എത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെയാണ് പുരോഗമിക്കുന്നത്. നേരത്തെ ഇന്നലെയും ഒക്കെ തന്നെ ഇവർ വിവിധ ആശുപത്രികളിലുണ്ട് എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. വാർത്തകൾ പക്ഷേ സുതാര്യമായിരുന്നില്ല. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടെ തന്നെ രണ്ടുപേരുടെയും ബന്ധുക്കൾ നേപ്പാളിലേക്ക് പോയത്. നേപ്പാളിൽ എത്തിയതിനു ശേഷം അവർ അവിടെയുള്ള എല്ലാ ആശുപത്രികളിലും അന്വേഷിച്ചിരുന്നു. അതിനിടയിലാണ് ഉച്ചയ്ക്ക് രണ്ടുപേരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്ന രീതിയിൽ വാർത്തകൾ വന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നുള്ള വാർത്തകൾ വന്നെങ്കിൽ അവർ മൂന്ന് ആശുപത്രികൾ, വലിയ ആശുപത്രികളിലും നിരവധി ആൾക്കാരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആശുപത്രികളിലൊക്കെ നോക്കിയതിനു ശേഷം ആ കാണാത്തതിനെ തുടർന്നാണ് ഇവർ ഹോട്ടൽ മുറി അന്വേഷിച്ചു പോയതും ഈ 2 മൃതദേഹങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞതും. വിജേഷ്, ഈ ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അപകടത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തുകയും അവിടെ വെച്ച് മരിക്കുകയും ആയിരുന്നു എന്നാണോ? അത്തരത്തിലല്ല ഇപ്പോൾ നമുക്ക് അവസാനമായിട്ട് ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ഈ വിവരങ്ങളിലൊക്കെ തന്നെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഏത് രീതിയിലാണ് എന്നതിൽ ചില അവ്യക്തതകളുണ്ട്. അതായത് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനത്തിൽ ഉച്ച കഴിയുന്നതോടുകൂടി ഇവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അതായത് അബിൻ സൂര്യയെ അഡ്മിറ്റ് ചെയ്ത അതേ ആശുപത്രിയിൽ തന്നെ ഇവരുടെ പേരും ഉണ്ട് എന്നുള്ള ഒരു വിവരം വന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളും നമ്മുടെ മാധ്യമപ്രവർത്തകരും ആ ആശുപത്രിയിലെ എല്ലാ മുറികളും കയറിയിറങ്ങി പരിശോധിച്ചു. ഇവരുടെ റെക്കോർഡ്സ്, ആശുപത്രി രേഖകളും പരിശോധിച്ചു. പക്ഷേ അതിലൊന്നും ഇവരുടെ രണ്ടുപേരുടെയും പേരുകൾ ഉണ്ടായിരുന്നില്ല. അതിനെ തുടർന്നാണ് ഇവർ താമസിച്ച ഹോട്ടൽ മുറി അന്വേഷിച്ച് പോവുകയായിരുന്നു. പക്ഷെ ആ ഹോട്ടൽ പാടെ തകർന്നിരുന്നു. അവിടെ ഇന്നും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടയിൽ അവിടുത്തെ ദ്രുതകർമ്മ സേനയിലെ ഒരു അംഗമാണ് ഇവരോട് പറഞ്ഞത് ഇന്ന് ഇവിടെ നിന്നും 2 മൃതദേഹങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ചെറുപ്പക്കാരായ 2 പേരുടെ മൃതദേഹങ്ങളാണ്, അത് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളാണ് എന്ന് പറയുകയാണ് ചെയ്തത്. ഇവരുടെ മൃതദേഹങ്ങൾ ഇന്ന് ആശുപത്രിയിലെ മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഒരു ആശുപത്രിയുടെ പേരും പറഞ്ഞു കൊടുക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളും മാധ്യമപ്രവർത്തകരും ആശുപത്രിയിൽ എത്തിയതിനു ശേഷമാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. അബിൻ സൂര്യ എപ്പോഴാണ് കൊണ്ടുവരിക? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? അബിൻ സൂര്യയെ തിരിച്ച് ദില്ലിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. കാഠ്മണ്ഡുവിൽ കനത്ത മഴ തുടരുന്നതിനാൽ നേരത്തെ പറഞ്ഞിരുന്നത് 2:30-3 മണിയോടുകൂടെ ദില്ലിയിൽ എത്തിക്കുമെന്നാണ്. അതിനുശേഷം കനത്ത മഴയാണ് കാഠ്മണ്ഡുവിലുള്ളത്. അതുകൊണ്ട് അബിൻ സൂര്യയെ ദില്ലിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില താമസം വന്നിട്ടുണ്ട്. രാത്രി 8 മണിക്ക് അവിടെ നിന്ന് പുറപ്പെടുന്ന ഫ്ലൈറ്റിൽ ദില്ലിയിൽ എത്തിക്കും എന്നുള്ള വിവരമാണ് ഏറ്റവും അവസാനമായിട്ട് ലഭിക്കുന്നത്. 8 മണിക്ക് അവിടെ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞാൽ ഒരു 9:30യോടുകൂടെ തന്നെ ദില്ലിയിലെത്തും. അതിനുശേഷം ദില്ലിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സ നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുക്കിയിട്ടുണ്ട് എന്നും അറിയുന്നു. അബിൻ സൂര്യയുടെ ബന്ധുക്കൾ ദില്ലിയിലുണ്ട്. അവർ ഇന്ന് രാവിലെയോടുകൂടെയാണ് ദില്ലിയിൽ എത്തിയത്. അവരും അബിൻ സൂര്യയുടെ ചില സുഹൃത്തുക്കൾ, ഡോക്ടർമാരായിട്ടുള്ള സുഹൃത്തുക്കളുമുണ്ട്. അതിൽ ചിലർ എയിംസ് ആശുപത്രിയിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ എയിംസ് ആശുപത്രിയിൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും തന്നെ അബിൻ സൂര്യക്ക് ചികിത്സ നൽകുന്നതുമായി സംബന്ധിച്ച് എല്ലാ ഒരുക്കങ്ങളും തന്നെ അവിടെ നടത്തിയിട്ടുണ്ട്. അബിൻ സൂര്യ രാത്രി 9:30യോടുകൂടെ എത്തുമെന്നും എത്തിയാൽ ഉടൻ തന്നെ അദ്ദേഹത്തെ എയിംസ് ആശുപത്രിയിലേക്ക് മാറ്റും എന്നുള്ള വിവരമാണ് ഇപ്പോഴും നമുക്ക് ലഭിക്കുന്നത്. വിജേഷ് നടുവിൽ ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നേപ്പാളിൽ കാണാതായ 2 മലയാളി ഡോക്ടർമാരും മരിച്ചു. കണ്ണൂർ സ്വദേശി ദീപക് തോമസ്, കാസർഗോഡ് സ്വദേശി എസ് ഇർഷാദ്
എന്നിവരാണ് മരിച്ചത്. നേപ്പാളിൽ ഭൂകമ്പത്തിൽ പരിക്കേറ്റ ഡോക്ടർ അബിൻ സൂര്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലി എയിംസിൽ പ്രവേശിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നേപ്പാളിലുള്ള മലയാളികളെ റോഡ് മാർഗം ദില്ലിയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തനം ആരംഭിച്ചു. ഡൽഹിയിലും കേരളത്തിലും കൺട്രോൾ റൂം തുടങ്ങി. അതിലേക്ക് അവിടെ പോയവരുടെ ബന്ധുക്കളിൽ നിന്നും നമുക്ക് ധാരാളം വിവരങ്ങൾ കിട്ടി. അപ്പോൾ ആശുപത്രിയിലുള്ള ഡോക്ടറുമായിട്ട് ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പിന്നെ കിഡ്നിയിൽ ചെറിയ തോതിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കാഠ്മണ്ഡുവിലെ ഏറ്റവും മെച്ചപ്പെട്ട ട്രീറ്റ്മെൻറ്റാണ് അദ്ദേഹത്തിന് ഇപ്പം കിട്ടുന്നത്. പക്ഷേ അവിടുത്തെ ട്രീറ്റ്മെൻറ്റും ഇന്ത്യയിലെ ട്രീറ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. കുറേ കൂടി ബെറ്റർ ഇതാണ്. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുകൂടെ തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസം നിലനിന്ന അനിശ്ചിതത്വം മാറിയെന്ന് ഡോക്ടർ അബിൻ സൂര്യയുടെ പിതാവ് കെ ബാലകൃഷ്ണൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നന്നായി സഹകരിച്ചു. അബിൻ സൂര്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ദില്ലി എയിംസിൽ പ്രവേശിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസിൽ അഡ്മിറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന്, നോർക്കൻ്റെ ഭാഗത്തുനിന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം നല്ല സഹകരണം കിട്ടിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഈ 2 ദിവസം ആംബുലൻസ് കിട്ടാനുള്ള വിഷമമുണ്ടായിരുന്നു. ഇന്നെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ബന്ധപ്പെട്ട് അവിടുന്ന് ആംബുലൻസിലേക്ക് കയറ്റാൻ പോകുന്നുണ്ടെന്നുള്ള വിവരമാണ് അറിഞ്ഞിരിക്കുന്നത്. അതെ, എല്ലാ ഭാഗത്തുനിന്ന് ആരാണെന്നുള്ള എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു സഹകരണം കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് കേരള മുഖ്യമന്ത്രിയും നോർക്ക മന്ത്രിയും പിന്നെ ഇവിടുന്ന് കേന്ദ്രമന്ത്രിയും ഇടപെട്ടതുകൊണ്ടാണ് ഇതൊക്കെ ഇത്രയും സ്പീഡിൽ നടന്നതെന്ന് മനസ്സിലാക്കുന്നു. ആദ്യത്തെ 2 ദിവസം വളരെ അനിശ്ചിതമായിരുന്നു. അതിൻ്റേതായ വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴേ ഡയാലിസിസ് 2 പ്രാവശ്യം അവിടെ നിന്ന് ചെയ്ത് ഇനി പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എയിംസിൽ നിന്ന് ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. അമ്മയാണ്. നേപ്പാൾ ഭൂകമ്പത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട മലയാളികളുടെ സംഘം കൊച്ചിയിൽ തിരിച്ചെത്തി. 57 പേരടങ്ങുന്ന സംഘമാണ് ഗോരഖ്പൂരിൽ നിന്നും ട്രെയിൻ മാർഗം കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും കഴിഞ്ഞ വിഷുദിനത്തിലാണ് 57 പേരടങ്ങുന്ന സംഘം നേപ്പാളിലേക്ക് തിരിച്ചത്. ഭൂകമ്പം കൊടിയ നാശം വിതച്ച കാഠ്മണ്ഡുവിലും മറ്റും സന്ദർശനം നടത്തിയ സംഘം തിരികെ ഇന്ത്യൻ അതിർത്തിക്ക് അടുത്തെത്തിയപ്പോഴായിരുന്നു ഭൂചലനം. ഗോരഖ്പൂരിൽ എത്തിയ ശേഷമായിരുന്നു ദുരന്തത്തെക്കുറിച്ച് ശരിയായ വിവരം ലഭിച്ചതെന്ന് ഇവർ പറയുന്നു. നേപ്പാൾ ഇന്ത്യ ബോർഡറിൽ വന്ന് നമ്മൾ താമസിക്കാൻ നേരത്താണ് ഈ സംഭവം 2 മണിക്ക് അവിടെ നടക്കുന്നത്. ഇന്ത്യയിലോട്ട് കടന്നപ്പോഴത്തേക്കുമാണ് ഓരോ വീട്ടിൽ നിന്നുള്ള വിളി വന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം തന്നെ ഉള്ളതായിട്ട് ഞങ്ങൾ അറിയണത്. പിന്നെ ഞങ്ങൾ ഭയപ്പെട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. അത് നേപ്പാളിൽ ഞങ്ങൾ റൂമെടുത്ത് താമസിച്ച് കഴിഞ്ഞപ്പോൾ രാത്രി 1 മണിക്ക് ഗോരഖ്പൂർ വെച്ചിട്ട് റൂം പോയി വന്ന് എല്ലാവരും വിളിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവിടെയും ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട്, 1 മണിക്കൂർ നേരം പുറത്ത് റോട്ടിലിറങ്ങി നിൽക്കാൻ പറഞ്ഞ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് പേടിച്ചു പോയി. പക്ഷേ ഒന്നും ദൈവഭാഗ്യം കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾ റൂമിൽ കിടന്നു തുടങ്ങി. രാവിലെ 6 മണിക്കുള്ള ട്രെയിനിൽ ഇവിടെ മടങ്ങി. ഉത്തരേന്ത്യയിലും ഭൂചലന ഭീതി ഉണ്ടായിരുന്നതിനാൽ താമസിച്ച ഹോട്ടലിൽ ഭീതിയോടെയാണ് കഴിഞ്ഞതെന്നും ഇവർ പറഞ്ഞു. 25-ന് ഗോരഖ്പൂരിലെത്തിയ സംഘം കഴിഞ്ഞ ദിവസമാണ് ട്രെയിൻ മാർഗം കൊച്ചിയിലേക്ക് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ബാർ കോഴക്കേസിൽ താൻ കുടുങ്ങിയാൽ മറ്റു മന്ത്രിമാരെയും ബാധിക്കുമെന്ന എക്സൈസ് മന്ത്രി കെ ബാബു. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ട് താൻ രാജിവെക്കില്ലെന്ന് കെ ബാബു പറഞ്ഞു. ബിജു രമേശ് മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ തനിക്ക് പണം തന്നതായോ താൻ പണം ആവശ്യപ്പെട്ടതായോ പറഞ്ഞിട്ടില്ലെന്നും കെ ബാബു തിരുവനന്തപുരത്ത് പറഞ്ഞു. അതിനിടെ ബാബുവിനെതിരെ ത്വരിതാന്വേഷണമാകാമെന്ന് വിജിലൻസിന് നിയമ ഉപദേശം ലഭിച്ചു. മന്ത്രിയുടെ ഓഫീസിനെയും അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്താമെന്ന് നിയമ ഉപദേശത്തിൽ വ്യക്തമാക്കുന്നു. കെ ബാബുവിനെതിരെ പ്രത്യേക അന്വേഷണം വേണ്ടെന്നും ഇപ്പോൾ മാണിക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി തുടരന്വേഷണം കൊണ്ടുപോകാമെന്നുമാണ് വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ പ്രോസിക്യൂഷൻസ് ജി ശശീന്ദ്രൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയിരിക്കുന്ന നിയമോപദേശം. നിയമോപദേശം ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ശശീന്ദ്രൻ വിൻസെന്റ് പോളിന് കൈമാറി. ബിജു രമേശ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരിക്കൽ കൂടി ബിജുവിൽ നിന്നും വിജിലൻസ് മൊഴി രേഖപ്പെടുത്തും. മൊഴിയിൽ പേര് പരാമർശിക്കുന്ന ബാർ ഉടമകളായ ജോൺ കല്ലാട്ട്, എലഗൻസ് ബിനോയ്, പോളക്കുളം കൃഷ്ണദാസ് എന്നിവരിൽ നിന്ന് ഒരിക്കൽ കൂടി വിജിലൻസ് സംഘം മൊഴി രേഖപ്പെടുത്തും. ബാബുവിന് പണം നൽകാൻ പോയ സംഘത്തിൽ ഇവർ ഉണ്ടായിരുന്നു എന്ന ബിജു രമേശിൻ്റെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാവും ഇവരുടെ മൊഴി രേഖപ്പെടുത്തുക. ബിജു അടക്കമുള്ള ഏതെങ്കിലും സാക്ഷികൾ കെ ബാബുവിനെതിരെ മൊഴി വിജിലൻസ് മുമ്പാകെ പറഞ്ഞാൽ കെ ബാബുവിനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താം. നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇക്കാര്യം തീരുമാനിക്കേണ്ടത് വിൻസെന്റ് പോളാണ്. ചിലപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനിൽ നിന്ന് ഒരിക്കൽ കൂടി നിയമോപദേശം തേടാനുള്ള സാധ്യതയുമുണ്ട്. നിയമോപദേശം തയ്യാറായ പശ്ചാത്തലത്തിൽ വാർത്താസമ്മേളനത്തിനെതിരെ കെ ബാബു പതിവിലേറെ ആത്മവിശ്വാസത്തിലായിരുന്നു. ബിജു രമേശിൻ്റേത് ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയമാണെന്ന് കെ ബാബു ആരോപിച്ചു. അങ്ങനെയാണോ?
ആണോ? ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അല്ല ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. എന്നെ അങ്ങനെ ആരെങ്കിലും കോർണർ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളെല്ലാം കൂട്ടുത്തരവാദിത്തമുള്ളവരല്ലേ. എന്നെ ബാധിച്ചാലും എല്ലാവരെയും ബാധിക്കുമല്ലോ. ഞാൻ മന്ത്രിസഭയിലെ ഒരു അംഗമല്ലേ. ഈ മന്ത്രിസഭയിലെ കെ ബാബുവിനെ ബാധിച്ചാൽ ഈ മന്ത്രിസഭയിലെ മറ്റുള്ളവരെയും അത് ബാധിക്കില്ലേ? കാരണം മന്ത്രിസഭ കൂട്ടുത്തരവാദിത്തമുള്ളതല്ലേ. 2013-14 വർഷത്തെ ബാർ ലൈസൻസ് ഫീ 23 ലക്ഷത്തിൽ നിന്ന് 30 ലക്ഷമായി ഉയർത്താൻ നീക്കം നടന്ന പശ്ചാത്തലത്തിൽ ലൈസൻസ് ഫീ 23 ലക്ഷമായി നിജപ്പെടുത്തുന്നതിന് കെ ബാബു 10 കോടി രൂപ ഇടനിലക്കാരായ ബാർ ഉടമകൾ വഴി വാങ്ങി എന്നാണ് ബിജു രമേശിൻ്റെ രഹസ്യമൊഴിയിൽ പറയുന്നത്. നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിൽ കെ ബാബുവിനെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്തിൽ ഇനിയും മറുപടി ലഭിച്ചിട്ടില്ല. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ബാർ കേസിൽ മറ്റു മന്ത്രിമാരെ പ്രതി ചേർക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ലെന്ന് മന്ത്രി KM മാണി പറഞ്ഞു. കേസെടുക്കുന്ന കാര്യം തീരുമാനിക്കുന്നത് ആഭ്യന്തര വകുപ്പാണെന്നും മാണി പറഞ്ഞു. അതിന്മേൽ തീരുമാനം എടുക്കേണ്ടതൊന്നും ഞാനല്ലല്ലോ, അതൊക്കെ ഹോം ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ അതൊക്കെ പരിശോധിക്കേണ്ട കാര്യം. എനിക്ക് കൂടുതൽ ആളുകളെ ഇതിൽ പ്രതി ചേർക്കുന്നതിനൊന്നും വലിയ താല്പര്യങ്ങളൊന്നുമില്ല. ഞാൻ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ എനിക്ക് അവകാശമില്ല. അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആണ് അതൊക്കെ പരിശോധിക്കേണ്ടത്. പാലക്കാട് MP വീരേന്ദ്രകുമാറിന്റെ തോൽവിയുമായി ബന്ധപ്പെട്ട് 3 കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിക്ക് ശുപാർശ. DCC പ്രസിഡന്റ് CV ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ ചെയ്തത്. തോൽവിയെക്കുറിച്ച് അന്വേഷിച്ച UDF ഉപസമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. DCC അധ്യക്ഷൻ CV ബാലചന്ദ്രൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ C ചന്ദ്രൻ, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ചുമതലയുള്ള ബാലഗോപാൽ എന്നിവർക്കെതിരെയാണ് നടപടി ശുപാർശ. എന്ത് നടപടി വേണമെന്ന് ഉപസമിതി നിർദ്ദേശിക്കുന്നില്ല. അതത് ഘടകകക്ഷികൾക്ക് നടപടി തീരുമാനിക്കാം. അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്ന് UDF കൺവീനർ PP തങ്കച്ചൻ അറിയിച്ചു. ഇന്നത്തെ കമ്മിറ്റിയിലെ 2 അംഗങ്ങൾ ശ്രീ അസീസും അതുപോലെ തന്നെ ജോയി എബ്രാഹും അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്തതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരുമായി ആശയവിനിമയം നടത്തി ഫൈനൽ റിപ്പോർട്ട് UDF ചെയർമാനായ മുഖ്യമന്ത്രിക്ക് കൈമാറുന്നു. വീഴ്ച വരുത്തിയവരുടെ പേര് റിപ്പോർട്ടിൽ പരാമർശിക്കണമെന്നും നടപടിക്ക് ശുപാർശ വേണമെന്നും ജനതാദൾ യുണൈറ്റഡ് ഉറച്ച നിലപാടെടുത്തു. ഇതിനെ തുടർന്നാണ് നേതാക്കളുടെ പേര് റിപ്പോർട്ടിൽ പരാമർശിച്ചത്. അതേസമയം CV ബാലേന്ദ്രൻ്റെ പേര് റിപ്പോർട്ടിൽ പറയുന്നില്ലെന്ന് സൂചനയുണ്ട്. പേര് പരാമർശിക്കപ്പെട്ടവർക്കെതിരെ കർശന നടപടി വേണ്ടെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിലെ ധാരണയെന്നാണ് വിവരം. MR സജേഷ്, തിരുവനന്തപുരം. UDF യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ ഇടഞ്ഞ് നിൽക്കുന്ന ഘടകകക്ഷികളെ അനുനയിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമം. UDF യോഗം സമാപിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. MR സജേഷ് ചേരുന്നു. സജേഷ്, എന്തെങ്കിലും തരത്തിലുള്ള ഗൗരവതരമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? അരുൺ, വിവാദ വിഷയങ്ങളൊന്നും UDF യോഗത്തിന്റെ പരിഗണനയിൽ വന്നിട്ടില്ല. KM മാണിയുടെ ഒരു പ്രസ്താവന മാത്രമാണ് ശ്രദ്ധേയമായി എടുത്തു പറയാൻ കഴിയുന്ന ഇതുള്ളത്. KM മാണി പറഞ്ഞത്, നിലവിൽ ചാനൽ ചർച്ച നടത്തുന്നവരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നവരും ഒന്നും സർക്കാരിന്റെ പ്രതിച്ഛായ കൂടി ആലോചിക്കണം. സർക്കാരിന്റെ പ്രതിച്ഛായ കൂടി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി നഷ്ടപ്പെടുന്നുണ്ടെന്ന കാര്യം ആലോചിക്കണമെന്ന് KM മാണി യോഗത്തിൽ പറഞ്ഞു. അതല്ലാതെ മറ്റ് വിവാദ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്ക് വന്നേ അറിവില്ല. അല്പം മുമ്പാണ് UDF യോഗം കഴിഞ്ഞത്. UDFന്റെ മേഖലാ രാഷ്ട്രീയ പ്രചരണ ജാഥയുടെ തീയതിയും ഒരുക്കങ്ങളുമായിരുന്നു യോഗം ചർച്ച ചെയ്തത്. ഈ ജാഥകളുടെ തീയതിയും ഒരുക്കങ്ങളും UDF യോഗത്തിൽ പൂർത്തിയായിട്ടുണ്ട്. മറ്റു വിവാദ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല. അരുൺ. MR സജീഷ്, തിരുവനന്തപുരത്ത് നിന്ന്. പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിന്റെ ചടങ്ങുകൾ ആരംഭിച്ചു. പൂരത്തിന് മുന്നോടിയായി ആനകളുടെ ഫിറ്റ്നസ് പരിശോധന നടക്കുകയാണിപ്പോൾ. തൃശ്ശൂരിൽ നിന്ന് ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, കഴിഞ്ഞ 2-3 വർഷമായി ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടാവാറുണ്ട്. മതപ്പാടുള്ള ആനകളെയൊക്കെ കൊണ്ടുവരുന്നു എന്ന തരത്തിൽ മറ്റ് വിവിധ കോണുകളിൽ നിന്ന് നിലവിൽ പരിശോധന പൂർത്തിയായോ? ഇത്തവണ എങ്ങനെയാണ്? അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 2-3 വർഷമായി ഫിറ്റ്നസ് പരിശോധനകളെ സംബന്ധിച്ചുള്ള പരാതികൾ വ്യാപകമായിരുന്നു. കുറച്ച് ഏതാനും വർഷങ്ങളായാണ് ആനകളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി പരിശോധന ഏർപ്പെടുത്തിയത്. തുടർച്ചയായി പൂരത്തിന് എഴുന്നള്ളിക്കുന്ന ആനകൾ മറ്റ് അപകടങ്ങൾ ഉണ്ടാക്കുകയും അക്രമകാരികളാകുകയും ചെയ്യുന്ന സംഭവം തുടർച്ചയായതോടുകൂടിയാണ് ആനകൾക്ക് ഫിറ്റ്നസ് പരിശോധന എന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയത്. ഇപ്പോൾ വ്യത്യസ്ത വിഭാഗങ്ങളുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ പരിശോധന നടക്കുന്നത്. പോലീസ്, വനം, വന്യജീവി വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ, മൃഗസംരക്ഷണം, റവന്യൂ എന്നീ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ആനകളെ ഇപ്പോൾ 2 ദിവസങ്ങളും ഇവിടെ ഈ പന്തലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 51 ആനകളെയാണ് തിരുവമ്പാടി വിഭാഗം എത്തിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പാറമേക്ക വിഭാഗം 40 ആനകളെയും എത്തിച്ചിട്ടുണ്ട്. ഈ പൂരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നത് 2 വിഭാഗവും 15 ആനകളെ വീതമാണ്. 30 ആനകളെയാണ് മുഴുവനായി
പൂരത്തിനായി അണിനിർത്തുന്നത്. ഈ ആനകൾക്ക് മതപ്പാടുണ്ടോ, മൈക്രോചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ടോ, വനംവകുപ്പിൻ്റെ കുഴപ്പക്കാരായ ആനകളുടെ ലിസ്റ്റ് വനംവകുപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആനകളെ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നീ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇതിനൊപ്പം ആനകൾക്കും പാപ്പാനും ഇൻഷുറൻസ് ഉണ്ടോ എന്ന കാര്യവും പരിശോധിക്കുന്നുണ്ട്. ആനകളുടെ ശരീരത്തെ മുറിവുകൾ, വ്രണങ്ങൾ എന്നിവയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാകും ആനകൾക്ക് ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുക. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉള്ള ആനകളെ മാത്രമാണ് ഇപ്പോൾ എഴുന്നള്ളിപ്പിനായി കൊണ്ടുവരുന്നത്. ആ പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം പരിശോധന പൂർത്തിയാകും. അരുൺ.